പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രനായി വിജയിച്ച വിൻസെന്റ് മേക്കുന്നിൽ UDFിനെ പിന്തുണയ്ക്കും. ഇരുപക്ഷത്തും തുല്യ അംഗബലമായതോടെ ഇവിടെ ഭരണം ആർക്കെന്നതിൽ അനിശ്ചിതത്വമായിരിക്കുകയാണ്. ഭാഗ്യം കടാക്ഷിക്കുന്നവരാകും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ എത്തുക. പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന LDFിന്റെ വാഗ്ദാനം തള്ളിയാണ് വിൻസെന്റ് UDFിനൊപ്പം ചേർന്നിരിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF വിൻസെന്റ് മേക്കുന്നിലിനെ പിന്തുണയ്ക്കും. പ്രസിഡന്റ് സ്ഥാനത്തിനായി LDFകാരനാകാൻ താൽപര്യമില്ലെന്ന് വിൻസെന്റ് വ്യക്തമാക്കി. പോത്താനിക്കാട് പഞ്ചായത്തിൽ 14 അംഗ ഭരണസമിതിയാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ LDFിന് 7ഉം UDFിന് 6ഉം വാർഡുകൾ ലഭിച്ചു. സ്വതന്ത്രനായി മത്സരിച്ച വിൻസെന്റ് മേക്കുന്നേലായിരുന്നു മറ്റൊരു വിജയി. വിൻസെന്റ് മേക്കുന്നേലിന്റെ പിന്തുണ ലഭിച്ചാൽ LDFിന് കേവല ഭൂരിപക്ഷമാകുമായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്ത് LDF വിൻസെന്റുമായി ചർച്ച നടത്തി. വിൻസെന്റിന്റെ പിന്തുണയ്ക്കായി UDFും ശ്രമിച്ചു. ഒടുവിൽ LDFിന്റെ പ്രസിഡന്റ് സ്ഥാന വാഗ്ദാനം നിരസിച്ച് UDFിനൊപ്പം നിലകൊള്ളാനുള്ള തീരുമാനത്തിലാണ് താൻ എന്ന് വിൻസെന്റ് മേക്കുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താനൊരു UDFകാരനാണെന്നും പ്രസിഡന്റ് സ്ഥാനത്തിനായി LDFിനൊപ്പം ചേരാനില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എനിക്ക് പ്രസിഡന്റ് പദം മാത്രം ഞാൻ മോഹിക്കുകയാണെങ്കിൽ എനിക്ക് നാളെ പ്രസിഡന്റായി ശരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാം. LDFിൻ്റെ കൂടെ കൂടിയാൽ മാത്രം മതി. അവരെന്നെ ഒത്തിരി ഹാർദവമായി വിളിച്ചു. LDFിൽ പ്രസിഡൻ്റാവ് 4 വർഷത്തെ ആദ്യത്തെ 4 വർഷവും 1 വർഷം ലാസ്റ്റ് KP ജെയിംസിന് വിട്ടുകൊടുക്കാനും പറഞ്ഞുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്ക് LDFിൽ പോയി അങ്ങനെ ഒരു പ്രസിഡന്റ് പദം ഞാൻ മോഹിക്കുന്നില്ല. ഞാൻ ഒന്നാമത് പണ്ട് മുതലൊരു UDFകാരനായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലും ഞാൻ LDFിൽ പോയിട്ട് അങ്ങനത്തെ ഒരു പ്രസിഡന്റ് പദം മാത്രം ആഗ്രഹിച്ച് LDF ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മീൻസ് രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, നമുക്ക് നമ്മളുടേതായ ഒരു പോളിസിയിൽ കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു UDFിന് മാത്രം അനുകൂലിച്ച് നിൽക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു. വിൻസെന്റ് മേക്കുന്നേൽ UDFിനൊപ്പം ചേർന്നതോടെ പഞ്ചായത്ത് ഭരണം തുലാസിലായി. കൂറുമാറ്റമോ വോട്ട് അസാധുവാകലോ ഉണ്ടായില്ലെങ്കിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് അനിവാര്യമാകും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വിൻസെന്റ് മേക്കുന്നേലിനെ UDF പിന്തുണയ്ക്കും. മാത്യു കുഴൽനാടൻ MLA ഇടപെട്ടാണ് വിൻസെന്റിന്റെ പിന്തുണ UDFിന് ഉറപ്പാക്കിയത്. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ മാത്രം താൻ പ്രസിഡന്റാകുമെന്നും അല്ലാത്തപക്ഷം സന്തോഷത്തോടെ മെമ്പർ മാത്രമായി തുടരുമെന്നും വിൻസെന്റ് മേക്കുന്നേൽ പറഞ്ഞു. എന്നെ ബഹുമാനപ്പെട്ട MLA വിളിക്കുകയും ഞാൻ MLAയുമായിട്ട് സംസാരിച്ച ശേഷം UDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് എന്നെ നാമനിർദ്ദേശം നാളെ ചെയ്യും. അങ്ങനെ ഞാൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നാളെ മത്സര രംഗത്തുണ്ടാവും. അങ്ങനെ വരുമ്പോൾ 7-7 സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ആ 7-7 എന്നുള്ള ആ സ്ഥിതിയിൽ അവിടെ നറുക്ക് വരും. അപ്പോൾ ശരിക്കും ദൈവം കനിഞ്ഞാൽ മാത്രം ഞാൻ പ്രസിഡൻ്റാവും. ദൈവം കനിഞ്ഞില്ലെങ്കിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാനൊരു സാധാ മെമ്പറായിട്ട് മാത്രം ശേഷിച്ച കാലം മുന്നോട്ട് പോകും. അങ്ങനെ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രസിഡന്റ് പദം എന്നുള്ളത് അത് കിട്ടിയാലും അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ എനിക്ക് കുറേ അധികം സപ്പോർട്ടുകൾ ആവശ്യമായിരുന്നു. പക്ഷേ ആ സപ്പോർട്ടുകളൊന്നും എനിക്ക് കിട്ടാതെ വരുമെന്നുള്ള ആ ഒരു സംഭവമാണ് ഞാൻ LDFിൽ പോയി ആകാതെ UDFിലേക്ക് തന്നെ വരാനുണ്ടായ സാഹചര്യങ്ങൾ. GTV ന്യൂസ്, പോത്താനിക്കാട്.